കഴിഞ്ഞാല് പിന്നെ ബാങ്ക് കൊത്തിയില്ലേ അപ്പൊ എനിക്ക് അച്ഛൻ നിസ്കരിച്ചണ്ടേ അപ്പൊ ഇമ്മാക്ക് പണി ഇതൊക്കണ്ടേ എന്റെ അമ്മ വയസ്സായില്ലേ എന്റെ അമ്മ പാവല്ലേ ഇതൊക്കെ എടുത്തു കൊടുക്കണ്ടോ വീട്ടില്? അല്ല അമ്മാനി ഇവിടുന്ന് പോവാൻ വേണ്ടിട്ടുള്ള ഐഡിയ എടുക്കാണോ? അനക്ക് എന്ത് ഫുഡാ ഇഷ്ടം? ബ്രോസ്റ്റ്. ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് മഴ പെയ്യുമ്പോ ഇടി വെട്ടുണ്ട്. അപ്പൊ സ്കൂൾ അമാനിക്ക് സ്കൂൾ വിട്ട് പോണം വരേക്ക് മാഷോട് പറഞ്ഞതാണ് അല്ലേ? അമ്മാനെ ഉമ്മക്ക് പേടിയാവും പറഞ്ഞാണ്ടല്ലേ? ഞങ്ങൾ ഫോൺ ചെയ്ത് നോക്കട്ടെ, ഉമ്മക്ക് പേടിയുണ്ടോ? ഞാൻ വിളിച്ചു നോക്കട്ടെ. അപ്പൊ അല്ല അനക്ക് മാത്രമേ വീട്ടില് ധൈര്യമുള്ളൂ? അങ്ങനെ പറയരുത്. ഇതിന്റെ മാഷ് വന്നാണ് സ്കൂള് ലീവ് ആക്കാൻ പാടില്ല. സ്കൂള് നിങ്ങൾ തന്നത് പച്ചാണല്ലേ? പിന്നെന്താ വിട്ടു കഴിഞ്ഞ അതാണ് പാവമ്മല്ലേ. എന്താ എവിടെ മുട്ടാ? ബാതിന്റെ ഡോറിനോ? രാവിലെ ഉണരാൻ വേണ്ടിട്ടേ. രാവിലെ അല്ലേ ഈ സ്കൂള് വിട്ടു വന്നാല് അതാണ് ഉമ്മാക്ക് പണിച്ചേക്കണ്ടേ. എന്തൊക്കെ പണിയെടുക്കും വീട്ടില്? ഞാന് അച്ഛരും പാത്രം കഴുകും, ബാത്റൂം കഴുകും ഒക്കെ ഞാനാണ്. എല്ലാ പണിയെടുക്കലോ? സോയാബീന് പൊട്ടാച്ച മറ്റേ ചോറുണ്ടാക്കും. പിന്നെ കറി. അപ്പൊ ചുരുക്കി പറഞ്ഞ അമ്മക്ക് ഒരു പണിയില്ല വീട്ടില്? വീട്ടില് ഞാനാണ് പണിക്കല്. എന്തിനാണ് കളവ് പറയണേ? മാഷ് അറിയില്ല അവന് നാളെ ചെരുവില് ഇമാലക്ക എപ്പോഴും കാണുന്നു പായണ്ട ഇങ്ങനെ ചോദിക്കൂ. കഞ്ഞി കുടിക്കണേ ഇസ്മായിലാക്കാരനാരാ? നമ്മള് വണ്ടിയുടെ ഡ്രൈവറോ? ഓളോട് പറയാം എപ്പോഴും വയറ് കാളുണ്ട് പഴമുണ്ടോ കയ്യില്? പഴമുണ്ടോ കയ്യില് ചോദിക്കാണ്. ഇല്ല ബെല്ലടിക്കട്ടെ, 4 മണി ആവട്ടെ സ്കൂൾ വിടാന്. പിന്നെന്താ മഴ ചെയ്ത് കയറി സ്കൂൾ വിടാൻ പറ്റുമോ? ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ, ആണ് ഞാൻ പറയാം. പേടിയാവില്ല, ഞാൻ വിളിച്ചു പറയാം. അപ്പൊ അമ്മാനിക്ക് മാത്രം വെച്ചിനോട് സ്നേഹമുള്ളൂ അല്ലേ? എനിക്ക് കാക്കാരുണ്ടോ വീട്ടില്? ഗൾഫിലാ? ഇപ്പച്ചിക്ക് എന്താ പണി? എനിക്ക് എന്താ ഇവിടെ മാഷേ ഇവിടെ സ്കൂൾക്ക് നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് സ്വീകരിക്കലുണ്ടോ? ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ? ബിരിയാണി ഉണ്ടായിരുന്നല്ലോ. ടോട്ടൽ എത്ര കുട്ടികളുള്ളത്? ഞങ്ങൾ മൊത്തം 60 ആൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് സ്വീകരിക്കലല്ലേ? പ്രേഷറായിട്ടുള്ള ആളുകൾ ഞാൻ വേങ്ങരയാണുള്ളത്. AWH മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ സ്കൂൾ. നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള അസ്നുണ്ട്. അസ്ന ഇവിടെ ഇടയ്ക്ക് സന്ദർശിക്കലുണ്ട്. കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ട് വന്നതാണ്. അസ്നിന്റെ ഫ്രണ്ട്സൊക്കെ ചാരിറ്റി മേഖലയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ അപ്പോൾ മക്കളെ കണ്ടില്ല നിങ്ങൾ? നിഷ്കളങ്കരായിട്ടുള്ള മക്കള്. ചില മക്കളെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം എന്താ പറയുക ഒന്നും തോന്നൂല. പക്ഷേ സംസാരിക്കാൻ കഴിയാത്തവര്, പിന്നെ മെന്റൽ ഡിസേബിൾ പറയുമ്പോൾ അപസ്മാരം വരെ ഉള്ളവര്, ബുദ്ധിക്ക് വെല്ലുവിളി ഉള്ളവര്. പേരെന്താ? എന്റെ ഫാത്തിമ എന്ന് മാത്രമേ ഉള്ളൂ. അതിലാരും എല്ലാരും കാണാൻ പറ്റുന്നത്. അജാസോടെ എന്താ? അജാസിന്റെ പേര് അജാസ് തന്നെ ഉള്ളൂ? മുഹമ്മദ് അജാസ്. അന്റെ പോ
കുടുംബാണ് കേട്ടാ. ആ ഭയങ്കര അറ്റാച്ച് കണ്ടു ആ ആ ചമ്മത്ത് നമ്മൾ എന്ത് മിസ് കണ്ടിരുന്നൊക്കെ ആ ആ മാഷ നിന്റെ പെരിക്ക് ശരിയല്ലേ ഇൻഷാ അല്ലാ അതിനെ കൂട്ടണം പാവം. ആയിരം കൂട്ട പാവാ നിങ്ങളെയും കൂട്ടി പെരേക്കല്ല അമാൻ എന്നെ വീട്ടിലേക്ക് ഇമ്മാനെ ഇപ്പാനെ കാണാല്ല പേരൊക്കെ കാണാല്ല താത്താമാരൊക്കെ കെട്ടിച്ച് പോയി പിന്നെ കെട്ടിക്കൊന്നും ആയിട്ടില്ല ഇല്ലേ ഇപ്പൊ ചേർന്ന് അമ്മേനെ കെട്ടിക്കാനും അതിനെ അറിഞ്ഞോട് ആയിട്ടില്ല എനിക്ക് അങ്ങനത്തെ പുതിയാപ്പിള്ളാരെ വേണ്ടേ ഇന്റെ അമ്മാക്കൊന്നും ഇഷ്ടല്ല ഇമ്മാക്ക് പുതിയപ്പണ്ണ ഇഷ്ടല്ല ഇല്ലേ അമ്മ എനിക്ക് ഇഷ്ടല്ല ആ എന്നാ ആയിക്കോട്ടെ എന്നാ കെട്ടിച്ചല്ലേ അപ്പൊ ഞമാനിന്റെ കല്യാണത്തിന് കൂടാതെ ആരും വിചാരിക്കേണ്ട അമ്മാന്റെ കല്യാണം കഴിക്കണില്ല കേട്ടാ ആരാണ് സിനാൻ അങ്ങനെ പറയലുണ്ട് ഞാന് നമ്മളെ അസ്ന വേങ്ങര അവളോളെ ഇതിന്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ടാവില്ലേ അസ്ന ശരിക്കും ഒറ്റയാൾപ്പെട്ട ആളാണ് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് എങ്കിലും കൂടിയിട്ട് കിട്ടുന്നതിലുപരി മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളൊരു സുമനസ്കതയായിട്ടുള്ള അസ്നയാണ് നമ്മളെ കൂടെ ഉള്ളത് നേഴ്സാണ് അല്ലേ ആ എന്നത് കോണ്ടാക്ട് ചെയ്ത് മാനിക്കാൻ ഞങ്ങളുടെ സ്ഥാപനം ഉണ്ട് ഇവിടെ AWH കുറച്ച് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് AWH കുറച്ച് ആളുകൾക്ക് അറിയാവും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാഷ് നമ്മളെ കൂടെ ഉണ്ട് ഇതേപോലുള്ള 35-30 കുട്ടികൾ അല്ലേ 40 കുട്ടികളുണ്ട് പ്രേഷറായിട്ടുള്ള ആളുകൾ കാണുന്നവരുണ്ട് നിങ്ങള് ബർത്ത്ഡേ പരിപാടികളൊക്കെ നടത്താറുണ്ട് ഇവിടുന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട് അപ്പം നമ്മള് എന്താ പറയാ അങ്ങനത്തെ മക്കളുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നല്ലേ പരിചയപ്പെടുത്താണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഭക്ഷണമോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം AWH ആ ഒരു സ്കൂളിന്റെ സ്റ്റാഫാണ് സ്കൂളിൽ ശരിക്കും AWH ബാക്കി എന്താ പേര് AWH മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്പ് വലിയ പേരാണ് അത്ര അധികം ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മെന്റലി ഡിസേബിൾഡ് കുട്ടികളാണ് അത് ഈ പരിസരത്തുള്ള തന്നെയാണ് നമ്മുടെ ജില്ലയിലുള്ള ആളുകൾ ഹോസ്റ്റലിലായതുകൊണ്ട് ഹോസ്റ്റലും കൂടി ഉണ്ടല്ലോ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അപ്പോൾ ഒരു 10-30 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കണതാണ് ഇനിയിപ്പോ കുട്ടികൾ വരികയാണെങ്കിൽ എടുക്കാൻ പറ്റും 18 വയസ്സിന് താഴെയുള്ള മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾ വന്നാൽ അഡ്മിഷൻ കൊടുക്കും നിങ്ങൾ ഇവിടെ പഠിക്കാൻ സൗകര്യം കൊടുത്തു വളരെ വിശാലമായിട്ട് ഒരു വീടായിരുന്നു ഒരു വീടായിരുന്നു കുറെ മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചാണ് അതിനുശേഷം പിന്നെ വർഷങ്ങളായി ഒരു 25-30 വർഷത്തോളമായി ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ട് അന്ന് മുതലേ പിന്നെ ഇതിലാ ഞാൻ നേരത്തെ ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞു അസ്നന്റെ കുട്ടിന്റെ ബർത്ത്ഡേ വരുന്നതായിരുന്നല്ലേ നിങ്ങൾക്ക് കഴിയാവുന്ന ഫുഡ് പിന്നെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടോ കാരണം നമ്മളൊക്കെ ഒരുപാട് ആളുകൾ എവിടെ വെച്ച് ചെയ്യണം എവിടെയാണ് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ നോക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊരു അവയർനെസ് എന്ന നിലക്കാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ അസ്ന നമ്മളെ കൂടെ വന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രേഷറായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ഒരുപാട് മക്കൾ മോളൂസിന്റെ പേരെന്താ പേരെന്താ ബിസ്ക്കറ്റ് ഇട്ടൊരു ആവേശം ഇതിലാരും പാട്ട് പാടണമെന്നില്ല ആരാ പാടാ അജാസോടെ എന്ത് പാട്ടാ പാടാ അങ്ങോട്ട് വാ എന്ത് പാട്ടാ പാടാ ഒരു പാട്ട് പാടി കൊടുത്താ ധൈര്യത്തിൽ പാടിക്കോ കടവത്ത് തോണി ആലോലം കടവത്ത് തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലേലം കടവത്ത് തോണി ആലോലം കടവത്ത് തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ ഞങ്ങളുടെ ആലോലം ഏലോലം തോണിയാണ്ട് ചിലപ്പോൾ അങ്ങനെ പോകും വീഡിയോ നീണ്ടു പോകും ചിലപ്പോൾ ലെങ്ത് കൂടും ഓക്കെ നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാലമായോ കുറച്ചായില്ലേ പക്ഷേ സ്ഥാപനം ഇങ്ങോട്ട് മാറിയിട്ട് എത്രയും തന്നെ 2000 മാറി അങ്ങോട്ട് 2000 മാറി മുമ്പ് പറമ്പിൽപ്പടിയായിരുന്നു
പിന്നെ ഇതിന് മറ്റ് സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് കോട്ടക്കലുണ്ട്, തിരുവങ്ങാടി ഉണ്ട്, കൊടക്കാടുണ്ട്, കൊണ്ടോട്ടിയുണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇതേപോലെ തന്നെ സ്ഥാപനങ്ങൾ. അപ്പോൾ അസ്നനെ പോലെ നിങ്ങൾക്കും എന്താ പറയുക ഇത്തരം സൽപ്രവർത്തികളിലൊക്കെ എന്താ പറയുക ചെറിയൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ പങ്കാളികളാവട്ടോ. അസ്നപ്പോൾ സ്വന്തമായിട്ട് നല്ല അവളെ അല്ലേ വേറെ ഫ്രണ്ട്സ് കൂടാറുണ്ടോ? ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒക്കെ തരാറുണ്ട്. അവളാണ് കഴിയണത്. അവളെ മകളുടെ ബർത്ത്ഡേ അവിടെ കഴിച്ചിരുന്നു. അങ്ങനെ ചില ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടത്തിയിരുന്നു. അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങള്. ലൊക്കേഷൻ വരുന്നത് വേങ്ങര പുത്തനങ്ങാടി തന്നെ. വേങ്ങരയിൽ നിന്ന് വലിയോറ ഭാഗം പുത്തനങ്ങാടി. ഓക്കെ, താങ്ക് യു മാഷ്. ഹായ് പറഞ്ഞേ. ഹായ്.